നമസ്കാരം. 41 വർഷത്തോളമായി സിനിമ കൊറിയോഗ്രാഫി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡാൻസ് മാസ്റ്ററാണ് കല. 12ാം വയസ്സിൽ അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറായി സിനിമയിലേക്ക് അരങ്ങേറിയ അവർക്ക് മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി 100ലധികം ചിത്രങ്ങൾക്ക് നൃത്തം സംവിധാനം ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന മലയാള സിനിമയിലെ നൃത്തത്തിന് 2000-ൽ മികച്ച കൊറിയോഗ്രാഫർക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കാനും കലാ മാസ്റ്ററിന് സാധിച്ചിട്ടുണ്ട്. ഹിറ്റായി മാറിയ ഒരുപാട് പാട്ടുകൾക്ക് കലാ മാസ്റ്റർ നൃത്തങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. തമിഴ് സിനിമാ ലോകത്തെ പ്രശസ്ത കൊറിയോഗ്രാഫറായ കലാ മാസ്റ്റർ തന്റെ ദീർഘകാല സിനിമാ ജീവിതത്തിനിടയിൽ പല പ്രമുഖ താരങ്ങളുമായും പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുമായും ബന്ധപ്പെട്ട രസകരമായ ഓർമ്മകളും സിനിമാ മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ചും തന്റെ നിരീക്ഷണങ്ങളും അവർ പലപ്പോഴും പങ്കുവെക്കാറുമുണ്ട്. നടൻ പ്രിയദർശന്റെ ചിത്രമായ ലേസ ലേസയുടെ ചിത്രീകരണത്തിനിടെ നടി തൃഷയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് കലാ മാസ്റ്റർ നടത്തിയ പരാമർശങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. തമിഴ് സിനിമയിൽ തൃഷയുടെ കരിയറിന്റെ തുടക്കകാലത്ത് ലേസ ലേസ എന്ന ചിത്രം എടുക്കുന്നത്. സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഒരു ഗാനരംഗത്തിന്റെ കൊറിയോഗ്രാഫിയിൽ ഉണ്ടായ വെല്ലുവിളിയെക്കുറിച്ചാണ് കലാ മാസ്റ്റർ ഓർക്കുന്നത്. ആ പാട്ട് ആ ദിവസം തന്നെ പൂർത്തിയാക്കണമെന്ന നിർബന്ധത്തിലായിരുന്നു സംവിധായകൻ പ്രിയദർശൻ. എന്നാൽ ആ ഗാനരംഗത്തിലെ ഒരു ചെറിയ ചുവട് തൃഷയ്ക്ക് കൃത്യമായി വശമാക്കാൻ കഴിഞ്ഞില്ല. പലതവണ ശ്രമിച്ചിട്ടും അത് പിഴച്ചപ്പോൾ പാട്ട് രംഗം തീർക്കേണ്ടതിന്റെ സമ്മർദ്ദം കാരണം കലാ മാസ്റ്റർ തൃഷയെ അല്പം ദേഷ്യത്തോടെ ശകാരിച്ചിരുന്നു. ഈ ശകാരം തൃഷയെ അല്പം അസ്വസ്ഥയാക്കി. അതോടെ തൃഷ നേരെ മേക്കപ്പ് റൂമിലേക്ക് പോയി. എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കുവാൻ താല്പര്യമില്ല എന്നും എനിക്ക് ലണ്ടനിലേക്ക് അച്ഛന്റെ അടുത്തേക്ക് പോകണമെന്നും തൃഷ അന്ന് ബഹളം വെച്ചിരുന്നു. തൃഷയുടെ കരിയറിലെ തുടക്കകാലമായതുകൊണ്ട് ഒരു സിനിമയെ എങ്ങനെ കരിയറായി കാണണം എന്നതിനെക്കുറിച്ച് അന്ന് അവർക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ലെന്നാണ് കലാ മാസ്റ്റർ പറയുന്നത്. മോഡലിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു അക്കാലത്ത് തൃഷയ്ക്ക് കൂടുതൽ താല്പര്യം. എങ്കിലും തൃഷ വളരെ നല്ലൊരു വ്യക്തിയാണെന്നാണ് കലാ മാസ്റ്റർ പ്രത്യേകം എടുത്തു പറയുന്നത്. തൃഷയുമായുള്ള ഈ അനുഭവത്തിന് സമാനമായ സാഹചര്യം ജ്യോതികയുടെ സിനിമാ ചിത്രീകരണത്തിനിടെയും ഉണ്ടായതായി കലാ മാസ്റ്റർ ഓർക്കുന്നുണ്ട്. കാതലിക്ക മര്യാദ എന്ന ചിത്രത്തിന്റെ ഹിന്ദി റീമേക്കിന്റെ ചിത്രീകരണ സമയത്തായിരുന്നു അത്. എന്നാൽ ഇവിടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. തൃഷയോട് ദേഷ്യപ്പെട്ടതുപോലെ ജ്യോതികയോട് ഒരിക്കലും ദേഷ്യപ്പെടുവാൻ കലാ മാസ്റ്റർക്ക് തോന്നിയില്ല. ജ്യോതികയുടെ മുഖത്ത് അത്രയധികം കുട്ടിത്തം ഉണ്ടായിരുന്നുവെന്നാണ് കലാ മാസ്റ്റർ പറയുന്നത്. ആ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ സ്വാഭാവികമായും ദേഷ്യം കുറയുകയും സ്നേഹം കൂടുകയും ചെയ്യുമെന്ന അവസ്ഥയായിരുന്നു. ഇത് താരങ്ങൾ തമ്മിലുള്ള വ്യക്തിത്വത്തിലെ വ്യത്യസ്തതയെയും കൊറിയോഗ്രാഫർക്ക് അവരോടുള്ള സമീപനത്തെയും മാറ്റത്തെയും സൂചിപ്പിക്കുന്നതാണ്. വർഷങ്ങളായി ഒട്ടനവധി താരങ്ങളെ ഡാൻസ് പഠിപ്പിച്ച കലാ മാസ്റ്ററെ അത്ഭുതപ്പെടുത്തിയ ചില നടിമാരുണ്ട്. അതിൽ പ്രധാനിയാണ് ഭാനുപ്രിയ. കുച്ചിപ്പുടി നർത്തകിയായ ഭാനുപ്രിയ മികച്ചൊരു ഡാൻസറാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭാനുപ്രിയ മുൻനിര നായികയായി തിളങ്ങി നിന്ന കാലത്ത് സുപ്രിയ പ്രശസ്ത കൊറിയോഗ്രാഫർ രഘു മാസ്റ്ററുടെ അസിസ്റ്റന്റ് ആയിരുന്നു കല. ഭാനുപ്രിയയെ പോലുള്ള മികച്ച നർത്തകിക്കൊപ്പം അവർക്ക് വർക്ക് ചെയ്യാൻ അസിസ്റ്റന്റുകൾ അവരുടെ 100% നൽകേണ്ടത് അനിവാര്യമായിരുന്നു. ശ്രീദേവിയും ഭാനുപ്രിയയും നൃത്തം ചെയ്യുമ്പോൾ അവരുടെ ഒപ്പം ഡാൻസ് ചെയ്യുക എന്നത് ഏതൊരു കൊറിയോഗ്രാഫർക്കും വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഭാനുപ്രിയ തകർപ്പൻ ഡാൻസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു തരം ഭയം തോന്നുന്നുണ്ടെന്നും കലാ മാസ്റ്റർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അഴകൻ എന്ന സിനിമയിൽ ഭാനുപ്രിയയ്ക്ക് കൊറിയോഗ്രാഫ് ചെയ്തപ്പോഴാണ് ആ അനുഭവം കലാ മാസ്റ്റർ കൂടുതൽ വ്യക്തമാക്കിയത്. കലാപരമായ മികവ് പുലർത്തുന്ന താരങ്ങളോട് എന്നും കലാ മാസ്റ്റർ വലിയ ബഹുമാനമാണ് പുലർത്തിയിരുന്നത്. അതുപോലെ തന്നെ മികച്ച നർത്തകിയാണ് രമ്യ എന്ന് കലാ മാസ്റ്റർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. രമ്യയുടെ നൃത്തം കണ്ടാൽ കണ്ണെടുക്കാതെ നോക്കി നിന്നു പോകുമെന്നും പലപ്പോഴും താൻ കട്ട് പറയാൻ മറന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടെന്നും കലാ മാസ്റ്റർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്നറിയില്ല, രമ്യ വളരെ മികച്ച ക്ലാസിക്കൽ ഡാൻസറാണ്. വില്ലത്തെയാണെങ്കിലും അവൾ നന്നായി ഡാൻസ് കളിക്കും. രമ്യയുടെ കൂടെയാണ് ഷൂട്ട് എന്നറിഞ്ഞാൽ ഞാൻ പേടിക്കുകയില്ല. കണ്ണമ്മയല്ലേ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ഫീലാണ്. എത്ര കഷ്ടമുള്ള സ്റ്റെപ്പ് കൊടുത്താലും ഭംഗിയായി ഈസിയായി അവൾ ചെയ്തു തീർക്കും എന്നും കലാ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. സിനിമാ രംഗത്തെ സൗഹൃദങ്ങളുടെ കാര്യത്തിൽ കലാ മാസ്റ്റർക്ക് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. തനിക്ക് മീന, ഖുശ്ബു തുടങ്ങിയ ഒട്ടേറെ അടുത്ത സുഹൃത്തുക്കൾ സിനിമാ മേഖലയിലുണ്ട്. മീനയുടെ ഭർത്താവ് മരിച്ച സമയത്ത് ആ ദുഃഖകരമായ നിമിഷത്തിൽ മീനയ്ക്ക് താങ്ങായി ഏറ്റവും മുന്നിൽ നിന്നത് കലാ മാസ്റ്റർ തന്നെയായിരുന്നു. ഇത് അവർ തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദത്തിന്റെ തെളിവാണ്. എന്നാൽ ഇന്ന് സിനിമയിലെ സൗഹൃദങ്ങൾ പഴയതുപോലെ അല്ലെന്ന് കലാ മാസ്റ്റർ വേദനയോടെ ഓർക്കുന്നുണ്ട്. പഴയ കാലത്തെ സ്റ്റാർ നൈറ്റുകളും മറ്റും ഒരു വലിയ കുടുംബ സംഗമം പോലെയായിരുന്നു. താനും ഖുശ്ബുവും രംഭയും മീനയും മുംതാസുമെല്ലാം ഒരുമിച്ചിരിക്കുകയും മറുവശത്ത് പ്രശാന്തും സൂര്യയും സിമ്രാനുമെല്ലാം ഒരേ ഹാളിൽ ഒരുമിച്ച് കൂടുകയും ചെയ്തിരുന്ന കാലം. അന്നത്തെ സൗഹൃദങ്ങൾ ഇന്നില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കുടുംബത്തെ പോലെയുള്ള സ്നേഹബന്ധം താരങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ സ്ഥിതി അതല്ല.
ഇന്നൊരു സ്റ്റാർ നൈറ്റ് ഉണ്ടെങ്കിൽ താരങ്ങൾ അവരുടെ റിഹേഴ്സൽ കഴിഞ്ഞ് ഉടൻ തന്നെ മടങ്ങിപ്പോകുമെന്നും പതിവാണെന്നും അവർ പറയുന്നുണ്ട്. താരങ്ങൾക്കിടയിലുള്ള ആ പഴയ അടുപ്പവും ഒത്തുകൂടലുകളും ഇന്ന് കാണാനേയില്ല. ആ സൗഹൃദത്തിലെ ആഴവും ആത്മാർത്ഥതയും ഇന്നത്തെ പ്രൊഫഷണൽ തിരക്കുകൾക്കിടയിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണെന്നും കലാമാസ്റ്റർ വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും മീന, രംഭ, നയൻതാര തുടങ്ങിയവരുമായി തനിക്ക് ഇപ്പോഴും നല്ല സൗഹൃദമുണ്ടെന്നും കലാമാസ്റ്റർ സന്തോഷത്തോടെ പറയുന്നുണ്ട്. സിനിമയിലെ താരങ്ങളുമായുള്ള കലാമാസ്റ്ററുടെ ഈ ഓർമ്മകൾ ഒരു കൊറിയോഗ്രാഫറുടെ കണ്ണിലൂടെ സിനിമാ ലോകത്തെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് നൽകുന്നത്. മാറിവരുന്ന തലമുറയ്ക്കൊപ്പം സഞ്ചരിക്കുമ്പോഴും പഴയകാല സൗഹൃദങ്ങളുടെയും ആത്മാർത്ഥതയുടെയും മൂല്യം അവർ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. സിനിമാ ലോകത്തെ ഈ താരപ്രതിഭകളെ അടുത്തുനിന്ന് കണ്ട അവരുടെ ചുവടുകൾക്ക് താളം നൽകിയ ഒരു കലാകാരി എന്ന നിലയിൽ കലാമാസ്റ്ററുടെ ഇത്തരം ഓർമ്മകൾക്ക് വലിയ പ്രാധാന്യമാണ് ലഭിക്കാറുള്ളത്.